ഹായ് ഗായ്സ്, വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. നമ്മുടെ ഹെയറിന് വേണ്ടിയിട്ടുള്ള ഒരു അടിപൊളി ഹെയർ പാക്ക് ആണ് ഹെന്ന എന്ന് പറയുന്നത്. നമ്മുടെ ഹെയർ കെയറിൽ നമുക്ക് റെഗുലർ ഇൻ്റർവെല്ലിൽ ഇൻക്ലൂഡ് ചെയ്യാൻ പറ്റുന്ന ഒരു അടിപൊളി സാധനമാണ് ഹെന്ന. ഹെന്നയെക്കുറിച്ച് ഞാൻ കൂടുതലായിട്ടൊന്നും പറഞ്ഞു തരേണ്ട ആവശ്യമില്ല, എല്ലാവർക്കും അറിയാം ഹെന്ന ഒരു അടിപൊളി സാധനമാണെന്നുള്ളത്. എൻ്റെ ഒരു ആഫ്റ്റർ ഹെയർ ഞാൻ ഹെന്ന ചെയ്തിട്ടുള്ള ആഫ്റ്റർ ലുക്കാണ് നിങ്ങളിപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. അതാണ് ഞാൻ പറയാൻ വന്നത്. അപ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവുന്നുണ്ടാവും എൻ്റെ ഹെയർ എന്ത് അടിപൊളിയായിട്ടാണ് കിടക്കുന്നതെന്നുള്ളത്. എൻ്റെ ഹെയർ കുറച്ച് സ്മൂത്തി ഷൈനി ഹെയർ ആണ്, എന്നാലും കുറച്ച് ഒരു ബെറ്റർ നിങ്ങൾക്ക് ആ ഒരു ഹെന്നയുടെ എഫക്റ്റ് കാണാൻ പറ്റുന്നുണ്ടാവും. അടിപൊളിയായിട്ടാണ് ഹെയർ കിടക്കുന്നത്. ഡൾനെസ് ഒന്നുമില്ല, അതുപോലെ ഡ്രൈനെസ് ഇല്ല, അങ്ങനെ ഷൈനി ആയിട്ടാണ് എൻ്റെ ഹെയർ ഇപ്പോൾ കിടക്കുന്നത്. അപ്പം നമുക്ക് നമ്മുടെ നര മാറ്റാനും അതുപോലെ നമ്മുടെ സ്വാഭാവികമായിട്ടുള്ള മുടിയുടെ കളറിനെ ഒന്ന് ഹോൾഡ് ചെയ്യാനൊക്കെ ഹെൽപ്പ് ചെയ്യുന്ന ഒരു അടിപൊളി സാധനമാണ് ഹെന്ന. അപ്പം ഞാനിത് പ്രിപ്പയർ ചെയ്യുന്നത് നമ്മുടെ ഹെയർ കെയർ എന്നുള്ള രീതിയിൽ ഹെയർ ഗ്രോത്ത്, സ്പ്ലിറ്റണിങ്, അതുപോലെ ഡാൻഡ്രഫ്, നമ്മുടെ സ്കാൽപ്പിന് വരുന്ന ഇച്ചിങ്, ഹെയർ ഫാള്, അങ്ങനത്തെ ഹെയറിന് മൊത്തത്തിലൊരു സാധനം കിട്ടിക്കോട്ടെ എന്ന് വിചാരിച്ചിട്ടാണ് ഞാൻ ഈ ഒരു ഹെന്ന പാക്ക് ചെയ്യുന്നത്. സോ അപ്പോൾ അതിലേക്ക് ഞാൻ ആഡ് ചെയ്യുന്നത്, നമുക്ക് ആവശ്യത്തിന് ഹെന്ന പൗഡർ എടുക്കാം, നിങ്ങളുടെ മുടി അനുസരിച്ചിട്ട് എടുക്കുക. എനിക്ക് കണ്ടമാനം മുടി ഇല്ലാത്തതുകൊണ്ടും അത്യാവശ്യം ഉള്ളിൽ കുറവായതുകൊണ്ടും ഞാൻ കുറച്ചേ എടുത്തിട്ടുള്ളൂ. അതിലേക്ക് ഞാൻ 2 ടീസ്പൂൺ അമല പൗഡർ ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. അമല പൗഡർ നമുക്കറിയാം നമ്മുടെ ഹെയറിനെ സിൽക്കി ആക്കാൻ, ഷൈനി ആക്കാൻ, ഹെയർ ഗ്രോത്തിനൊക്കെ വേണ്ടിയിട്ട് ഹെൽപ്പ് ചെയ്യും. അതുപോലെ നമ്മുടെ മുടി ഒരുമാതിരി ഒരു അരുത്തുകുളുത്ത് മുടിയാണ്, ഒരുമാതിരി ഒട്ടുമില്ല, തൊട്ടാ പൊട്ടിപ്പോകുന്ന ഒരു അരവലാതി മുടിയാണെന്നുണ്ടെങ്കിൽ നമ്മുടെ ആ ഹെയറിനെ സ്ട്രെങ്തൻ ചെയ്യാൻ വേണ്ടിയിട്ട് ഈ അമല പൗഡർ ഹെൽപ്പ് ചെയ്യും. അതുപോലെ തന്നെ ഡാൻഡ്രഫ് ഉണ്ടെങ്കിൽ അതിനെ കൺട്രോൾ ചെയ്യും. ഡാൻഡ്രഫ് മാറ്റിയിട്ട് ഹെയറിൽ എന്തെങ്കിലും ഇഷ്യൂസ് ഉണ്ട്, ഹെയർ ലൂസ് ആയിക്കൊണ്ടിരിക്കുകയാണെന്നുണ്ടെങ്കിൽ അതിനെ ഹെൽപ്പ് ചെയ്യും. അതിനെ മാറ്റിയിട്ട് നമ്മുടെ നല്ല രീതിയിൽ നമ്മുടെ ഹെയർ വളരാൻ വേണ്ടി ഹെൽപ്പ് ചെയ്യും. അപ്പം ഞാൻ ഈ ഹെന്ന പൗഡർ മിക്സ് ചെയ്യുന്നത് ചായവെള്ളത്തിലാണ്. നമ്മുടെ ചായവെള്ളം നല്ല രീതിയിൽ തിളപ്പിച്ച് ആറിച്ച് അരിച്ചെടുത്തിട്ടാണ് നമ്മളിതിന് വേണ്ടി യൂസ് ചെയ്യുന്നത്. കുറച്ച് കടുപ്പത്തിലെടുക്കുക. അപ്പം നമുക്ക് കുറച്ചും കൂടി നമ്മുടെ മുടിക്ക് നല്ലതാണ്. നല്ല കളർ, ഒരു ബ്രൗൺ കളറൊക്കെ വേണമെന്നുണ്ടെങ്കിൽ കുറേ കൂടെ കളറങ്ങ് ഇടുവാണെന്നുണ്ടെങ്കിൽ, കുറച്ച് തേയിലപ്പൊടി അധികം ഇടുവാണെന്നുണ്ടെങ്കിൽ നല്ല കളറും കിട്ടും കേട്ടോ. അപ്പോൾ ഇത് നമ്മൾ മിക്സ് ചെയ്ത് ഒരു രാത്രി ഫുള്ള് വയ്ക്കുന്നുണ്ട്. അതിനുശേഷം പിറ്റേ ദിവസമാണ് നമ്മളിത് നമ്മുടെ തലയിൽ അപ്ലൈ ചെയ്യുന്നത്. ഇൻ കേസ് നിങ്ങൾക്കൊരു നൈറ്റ് വെക്കാൻ പറ്റില്ല എന്നുണ്ടെങ്കിൽ ഒരു 2 മണിക്കൂറെങ്കിലും മിനിമം വെക്കുക എന്നുള്ളതാണ് ഇതിൻ്റെ ഒരു കണക്ക്. ഇതിലേക്ക് ഞാൻ പിന്നെ ആഡ് ചെയ്ത് കൊടുക്കുന്ന ലെമൺ ജ്യൂസ് ആണ്. ലെമൺ ജ്യൂസ് നിങ്ങൾ എപ്പോൾ ആഡ് ചെയ്ത് കൊടുത്താലും എനിക്ക് പറ്റിയ മണ്ടത്തരം പറ്റരുത്. ലെമൺ ജ്യൂസും കൂടെ ഒന്ന് അരിച്ചിട്ടിടുക, അല്ലെങ്കിൽ ലെമണിൻ്റെ ആ ഒരു ചെറിയ ചെറിയ അല്ലികളുണ്ടല്ലോ അത് നമ്മുടെ തലയിലിരിക്കും. നമുക്കത് കാണുമ്പോൾ ഒരു ഡിസ്റ്റർബൻസ് ആയിരിക്കും. മേ ബി നമ്മൾ എത്ര വാഷ് ചെയ്താലും അത് എവിടെയെങ്കിലും ഒക്കെ ആയിട്ട് മുടിയിൽ പിടിച്ചിരിക്കുന്നുണ്ടാവും. സോ അതൊരു ഡിസ്റ്റർബൻസ് ആണ്. അപ്പം നമ്മൾ കുരു കളയുന്നതിനൊപ്പം തന്നെ നമ്മുടെ ആ ഒരു അല്ലി വീഴാതെ ശ്രദ്ധിക്കുക. അല്ല എന്നുണ്ടെങ്കിൽ ലെമൺ ജ്യൂസ് നമ്മൾ വേറെ പാത്രത്തിൽ പിഴിഞ്ഞിട്ട് അതൊന്ന് അരിച്ച് നമ്മുടെ ഈ ഹെന്നയിൽ ഒഴിക്കുന്നത് വളരെ നന്നായിരിക്കും. അപ്പം എപ്പോഴും നമ്മൾ ശ്രദ്ധിക്കുക. അത് പിന്നെ ലെമൺ, ചില ആളുകൾ പറയും ലെമൺ ഡയറക്റ്റ് നമ്മുടെ ഹെയറിൽ അപ്ലൈ ചെയ്താൽ, അല്ലെങ്കിൽ ലെമൺ നമ്മൾ തേച്ചിട്ടുണ്ടെങ്കിൽ നമ്മുടെ മുടി നരച്ചു പോകും എന്നൊക്കെ. ബട്ട് സ്റ്റിൽ എനിക്ക് അങ്ങനെ ഒരു എക്സ്പീരിയൻസും ഇല്ല. എനിക്ക് അറിയാവുന്ന ആരും അങ്ങനെ പറഞ്ഞ് ഞാൻ കേട്ടിട്ടില്ല. ഞാൻ ഇടയ്ക്കിടയ്ക്ക് അങ്ങനെ പറഞ്ഞ്, എനിക്ക് എപ്പോഴോ ഞാൻ വീഡിയോ എന്തോ ലെമണിൻ്റെ ഒരു ഹാക്ക് എന്തോ ഇട്ട സമയത്ത് എനിക്ക് യൂട്യൂബിൽ വന്ന കമൻ്റ് ആണത്. സോ അങ്ങനെ യാതൊരു എക്സ്പീരിയൻസും ഇല്ല. ഇൻ കേസ് നിങ്ങൾ ഡയറക്റ്റ് ലെമൺ യൂസ് ചെയ്യാണ്ടിരിക്കുക, നമ്മുടെ തലയിലേക്ക് ഡയറക്റ്റ് തേച്ചിട്ടുണ്ടെങ്കിൽ മേ ബി അങ്ങനെ സംഭവിക്കാം. നമ്മൾ എന്തെങ്കിലും ഒരു ഹെയർ പാക്ക് ചെയ്യുമ്പോൾ അതിൽ മിക്സ് ചെയ്ത് ലെമൺ ഇടുവാണെന്നുണ്ടെങ്കിൽ യാതൊരുവിധ സൈഡ് എഫക്റ്റും നമുക്ക് ഉണ്ടാവില്ല. ലെമൺ നമ്മുടെ ഹെയർ ഗ്രോത്തിന് നല്ലതാണ്, ഡ്രൈനെസ് ആണ്. അപ്പം നമുക്ക് ഹെയർ നല്ല രീതിയിൽ ഡ്രൈ ആകും എന്നുള്ള ആളുകൾ ഉറപ്പായിട്ടും ലെമൺ സ്കിപ്പ് ചെയ്യാണ്ട് ഈ ഹെന്നയിൽ ആഡ് ചെയ്തിരിക്കണം. നമുക്ക് നമ്മുടെ മുടിയിൽ ഡാൻഡ്രഫ് മാറാനൊക്കെ വളരെ നല്ലതാണ് ലെമൺ എന്ന് പറയുന്നത്. സോ നമ്മൾ ഹെന്ന ചെയ്യുന്നതിന് മുന്നേ ആയിട്ട് അടുത്ത് നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യമാണ്, ഇൻ കേസ് നമ്മുടെ മുഖത്തൂടെ വല്ല ഒലിച്ചിറങ്ങുമോ അല്ലെങ്കിൽ വല്ല ചെവിയിലൊക്കെ പറ്റുകയൊക്കെ ചെയ്താൽ കളർ വരാതിരിക്കാൻ വേണ്ടിയിട്ട്, കളർ ഇന്ന് വരെ വന്ന് ഞാൻ കണ്ടിട്ടില്ല, എന്നാലും കളർ വരാതിരിക്കാൻ നമ്മളൊരു പ്രിക്വേഷൻ പോലെ കുറച്ച് വാസലിനോ അല്ലെങ്കിൽ കുറച്ച് വെളിച്ചെണ്ണയോ എടുത്തിട്ട് നമ്മൾ ആ ഒരു നെറ്റിയുടെ വശം, ചെവി, അതുപോലെ നമ്മുടെ തലയുടെ പുറകുവശം ഒക്കെ ഒന്ന് തേച്ച് വെക്കുകയാണെങ്കിൽ, ഇൻ കേസ് നമ്മൾ അറിയാതെ കയ്യബദ്ധത്തിൽ കുറച്ച് പറ്റിയാലും ഉടനെ നമ്മൾ തുണി എടുത്ത് തൂക്കാൻ വേണ്ടി ഓടേണ്ട ആവശ്യം വരത്തില്ല. നമുക്ക് ഞാൻ വാസലിന് തേച്ചിട്ടുണ്ടല്ലോ എന്നുള്ള ആ ഒരു ധൈര്യത്തിൽ നമുക്കിരിക്കാം. ഇന്ന് നമ്മുടെ മുടി കുറച്ച് ഒരു നടുക്കുന്ന പാർട്ടീഷൻ എടുത്തിട്ട്, ഇപ്പോൾ എൻ്റെ അനീത്തിയാണ് എനിക്ക് ഹെൽപ്പ് ചെയ്ത് തന്നുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ അവൾ നടുക്കുന്നെടുത്ത് അവൾക്ക് അറിയാവുന്ന രീതിയിലാണ് അവൾ ബണ്ണ് കെട്ടുന്നത്. മേ ബി എക്സാക്റ്റ് ഒരു ബണ്ണായിരിക്കില്ല വരുന്നത്, ചിലർ അട പോലെയൊക്കെ ചിലപ്പോൾ വരും. അപ്പോൾ അതൊന്നും ഒരു ഐഡിയ ഇല്ല. നിങ്ങൾ ചെയ്യുന്ന സമയത്ത് കുറച്ചും കൂടി അത് ആ ബൺ സ്ട്രോങ് ആക്കാൻ വേണ്ടി മാത്രം ശ്രദ്ധിക്കുക. നമ്മൾ ഇറങ്ങി 2 നടപ്പ് നടക്കുമ്പോൾ ആ ബൺ താഴെ വീണ് പോകരുത്. ഓരോ വള്ളി പോലെ മുടി വന്നിട്ടുണ്ടെങ്കിൽ നമ്മുടെ ഉടുപ്പും നമ്മൾ നടക്കുന്നതും എല്ലാം വൃത്തികേടാവും. സോ അങ്ങനെ ചെയ്യരുത്. ആ ബൺ സ്ട്രോങ് ആയിരിക്കണം. അത് എങ്ങനെ കെട്ടിയാലും അത് സ്ട്രോങ് ആകാൻ മാത്രം ശ്രദ്ധിക്കുക. അതുപോലെ തന്നെ ആദ്യം നമ്മൾ സ്കാൽപ്പിൽ നല്ല രീതിയിൽ ഇങ്ങനത്തെ ഒരു ബ്രഷ്, നമ്മുടെ ഡൈ ബ്രഷ് പോലത്തെ ഒരു ബ്രഷാണിത്, ഡൈ ബ്രഷ് തന്നെയാണെന്ന് തോന്നുന്നു. അപ്പോൾ അതെടുത്തിട്ട് നമ്മൾ നല്ല രീതിയിൽ നമ്മുടെ സ്കാൽപ്പിൽ ഇങ്ങനെ, സ്കാൽപ്പ് ഈ ചെയ്യുന്ന ആൾക്കറിയാലോ, സ്കാൽപ്പ് ഇങ്ങനെ തണുക്കും.
അപ്പോൾ അവരുടെ അടുത്ത് ചോദിക്കാം അത് തണുക്കുന്നുണ്ടോ, അല്ലെങ്കിൽ നല്ലൊരു തണുപ്പ് വരുമല്ലോ. ഈ ഹെന്നയ്ക്കെന്ന് പറയുമ്പോൾ നോർമലി ഒരു തണുപ്പാണല്ലോ. അപ്പോൾ ആ തണുപ്പ് കിട്ടുന്നവരെ നമ്മുടെ ആ ഒരു സ്കാൽപ്പിൽ തന്നെ ഇതിങ്ങനെ കുത്തി കുത്തി കൊടുക്കുക. അപ്പം നമ്മുടെ സ്കാൽപ്പിലോട്ട് ഇത് നല്ല രീതിയിലായിട്ടുണ്ടാകും, റൂട്ട് നല്ല രീതിയിൽ ഇത് ക്ലിയർ ചെയ്യും. അതിനുശേഷം നമ്മൾ ഫുൾ മുടിയിൽ അങ്ങ് അറ്റം വരെ, എത്ര ലെങ്തുള്ള മുടിയാണെങ്കിലും അറ്റം വരെ നമ്മളിത് ഫുൾ അപ്ലൈ ചെയ്തതിന് ശേഷം അകവും പുറവും ചെയ്യണം മുടിയുടെ. അതായത് ഒരു പോർഷൻ നമ്മൾ മുടി എടുക്കുകയാണെങ്കിൽ അതിൻ്റെ ഒരു വശവും ചെയ്യുക, തിരിച്ചിട്ടും ചെയ്യുക. എന്നിട്ട് നമ്മൾ ആ ബണ്ണ് ആദ്യം കെട്ടുന്ന ആ ഒരു ബണ്ണുണ്ടല്ലോ, ഒരു ചെറിയ പോർഷൻ കുറച്ച് മുടിയെടുത്തായിരിക്കുമല്ലോ നമ്മൾ കെട്ടുന്നത്, അത് നല്ല സ്ട്രോങ് ആയിട്ട് നമ്മളൊരു ചൂണ്ടുവിരൽ വല്ലതും വച്ച് അതിനെ ഒന്ന് ചുറ്റിയെടുത്തില്ലെങ്കിൽ ചിലപ്പോൾ നമ്മൾ അപ്ലൈ ചെയ്ത് വരുന്ന സമയത്ത് അല്ലെങ്കിൽ കുറച്ച് മുടി കൂടുതലായി കഴിയുമ്പോഴത്തേനും ഇതെല്ലാം കൂടെ മറിഞ്ഞ് താഴെ വിടാൻ സാധ്യതയുണ്ട്. അപ്പോൾ നമ്മൾ അത് ശ്രദ്ധിക്കണം. അതുപോലെ തന്നെ നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം എന്ന് വെച്ചാൽ ഇത് ആദ്യം നമ്മൾ കുറച്ച് ഫ്രണ്ടിലത്തെ മുടി എടുക്കുക, അത് കഴിഞ്ഞിട്ട് പിന്നെ നമ്മൾ കുറച്ച് പുറകിലത്തെ മുടി എടുക്കുക, അത് കഴിഞ്ഞിട്ട് നമ്മൾ ലെഫ്റ്റ് സൈഡിൽ എടുക്കുക, റൈറ്റ് സൈഡിൽ എടുക്കുക. അല്ലാതെ നമ്മൾ ഒരു പോർഷൻ ആദ്യം തീർത്തേക്കാം, ലെഫ്റ്റ് സൈഡ് ആദ്യം തീർത്തേക്കാം, അല്ലെങ്കിൽ പുറകോശത്തെ മുടി എടുക്കാൻ കുറച്ച് പാടാണ്, അതിൽ അപ്ലൈ ചെയ്യാൻ കുറച്ച് പാടാണ്, അപ്പോൾ നമ്മൾ അത് ആദ്യം എടുത്തേക്കാം എന്ന് വിചാരിച്ചിരുന്നാൽ ഈ ബണ്ണ് ഒരിക്കലും സ്ട്രോങ് ആവില്ല. സോ നമ്മൾ ആദ്യം കുറച്ച് ഫ്രണ്ടിൽ നിന്ന് എടുക്കുക, കുറച്ച് പിന്നെ ലെഫ്റ്റിൽ നിന്ന് എടുക്കുക, കുറച്ച് റൈറ്റിൽ നിന്ന് എടുക്കുക, പിന്നെ ബാക്കിൽ നിന്ന് എടുക്കുക. അങ്ങനെ എടുക്കുകയാണെങ്കിൽ നമ്മുടെ ബൺസ് ഭയങ്കര സ്ട്രോങ് ആയിട്ടിരിക്കും. നമ്മളിത് അപ്ലൈ ചെയ്ത് കഴിഞ്ഞിട്ട് ഒരു 30 മിനിറ്റ് നമ്മൾ ഇരിക്കണമല്ലോ. അപ്പോൾ ആ 30 മിനിറ്റ് കഴിയുമ്പോഴും നമുക്ക് ആ എന്താ പറയുക, ഈ ഒരു സംഭവം സ്ട്രോങ് ആയിരിക്കും. അല്ല എന്നുണ്ടെങ്കിൽ നമ്മൾ നടക്കുന്ന വഴി ഈ സാധനം കൊഴിഞ്ഞു വീണുകൊണ്ടിരിക്കും. സോ അത് നിങ്ങൾ എപ്പോഴും ശ്രദ്ധിക്കുക. അത് ഞാൻ പിന്നെയും പറയാൻ കാരണം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അതൊരു വലിയ പോയിൻ്റാണ് ഹെന്ന ചെയ്യുമ്പോൾ, പ്രത്യേകിച്ച് നമ്മൾ നമ്മുടെ വീട്ടിൽ ചെയ്യുന്ന സമയത്ത്. നെക്സ്റ്റ് കാര്യം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ തന്നെയാണ് ഇത് ചെയ്യുന്നതെന്നുണ്ടെങ്കിൽ കൂട്ടത്തിൽ ഏറ്റവും വൃത്തികേടായിട്ടുള്ള ഒരു ഉടുപ്പെടുത്തിരുന്നതായിരിക്കും ബെസ്റ്റ് എന്ന് പറയുന്നത്. കാരണം നമ്മൾ തന്നെ ചെയ്യുമ്പോൾ എന്തായാലും നമ്മൾ ഉദ്ദേശിക്കുന്ന ആ ഒരു ഭയങ്കര ക്ലീൻ ആയിട്ടൊന്നും നമുക്ക് ചെയ്യാൻ പറ്റത്തില്ല. അപ്പോൾ എങ്ങനെ പോയാലും നമ്മൾ അവിടെ ഇവിടെയൊക്കെ വാരി തേക്കും, നമ്മുടെ മേത്തൊക്കെ വീഴാൻ, പ്രത്യേകിച്ച് നമ്മുടെ ഷോൾഡറിലൊക്കെ വീഴാൻ സാധ്യതയുണ്ട്. സോ അപ്പോൾ നമ്മൾ എന്താ ചെയ്യേണ്ടതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഏതെങ്കിലും ഒരു പോയ ഒരു ഉടുപ്പ്, ഒരു അഴുക്കുടുപ്പെടുത്തിടുക. എന്നിട്ട് നമ്മളത് ബണ്ണൊക്കെ കൃത്യമായിട്ട് കെട്ടാനൊക്കെ ശ്രദ്ധിക്കുക. കാരണം ചിലപ്പോൾ നമ്മൾ കണ്ണാടിയൊക്കെ നോക്കി എത്ര നോക്കിയാലും നമുക്ക് ആ ഒരു പെർഫെക്ഷൻ ഒന്നും കിട്ടത്തില്ല. സോ നമ്മൾ ഉടുപ്പിൻ്റെ ടെൻഷനും കൂടെ നമുക്ക് വേണ്ടല്ലോ. അപ്പോൾ അതുകൊണ്ട് നമ്മൾ ഏതെങ്കിലും ഒരു അഴുക്കുടുപ്പെടുത്തിടുക. എങ്ങനെയായാലും നമ്മുടെ മേത്തൊക്കെ വീഴും, എന്നാലും സാരമില്ല. ഇപ്പോൾ നമ്മൾ കുളിക്കുന്നതിനൊക്കെ മുന്നേ ആണെന്നുണ്ടെങ്കിൽ നമുക്ക് അത്രയും ഒരു ടെൻഷൻ ഇല്ലല്ലോ. അത് കഴിഞ്ഞാൽ ഓടിപ്പോയി നമുക്ക് കുളിക്കാം. ഒരു 20 മിനിറ്റ് അല്ലെങ്കിൽ ഒരു 30 മിനിറ്റ് നമ്മളിത് തലയിൽ വെച്ചുകൊണ്ടിരുന്നാൽ മതി. അപ്പോൾ അത് പ്രത്യേകം ശ്രദ്ധിക്കുക. പലരും പല രീതിയിലായിരിക്കും ഹെന്ന ചെയ്യുന്നത്. അപ്പോൾ നമുക്ക് നമ്മുടേതായിട്ടുള്ളൊരു രീതി ഉണ്ടെങ്കിൽ അത് തന്നെ ഫോളോ ചെയ്ത് കൊടുക്കുക. ഇൻ കേസ് നിങ്ങൾക്ക് ഹെയറിന് എന്തെങ്കിലും ഹെയർ ഫാൾ ഉണ്ട്, അല്ലെങ്കിൽ കുറച്ചും കൂടി ഹെയർ ഗ്രോത്ത് വേണം എന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് അമല പൗഡറും കൂടെ ആഡ് ചെയ്ത് കൊടുക്കാവുന്നതാണ്. അമല പൗഡറൊന്നും അത്ര എക്സ്പെൻസീവ് അല്ല. ഇപ്പോൾ നിങ്ങൾക്ക് നെല്ലിക്ക വീട്ടിൽ ഉണക്കി പൊടിച്ചിട്ടാണെങ്കിലും ആഡ് ചെയ്ത് കൊടുക്കാം. അല്ലെങ്കിൽ നെല്ലിക്ക തന്നെ നമുക്കൊന്ന് മിക്സിയിലിട്ട് അരച്ചിട്ട് അതൊന്ന് അരിച്ച് അതിൻ്റെ വെള്ളമോ അല്ലെങ്കിൽ അതിൻ്റെ ആ ഒരു ഫുൾ ഇട്ടാലും കുഴപ്പമില്ല. നമുക്ക് നല്ല രീതിയിൽ വാഷ് ചെയ്ത് കളയാൻ നിങ്ങൾക്ക് സമയം ഉണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് അങ്ങനെ തന്നെ ചെയ്യാം. അപ്പോൾ അതിൻ്റെ ഫുള്ള് നെല്ലിക്ക നമുക്കൊരു ജ്യൂസ് അരയ്ക്കുന്ന പോലെ അരച്ചിട്ട് നമുക്ക് ഈ ഒരു മിക്സിയിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കാവുന്നതാണ്. അതൊന്നും പ്രശ്നമില്ല. ഈ അമല അത്രയും നല്ലതാണെന്നാണ് ഞാൻ പറഞ്ഞു വരുന്നത്. നമുക്ക് നല്ല സ്ട്രെങ്തൻ കിട്ടും, നമ്മുടെ ഹെയർ കുറച്ചുകൂടി സ്ട്രോങ് ആകും. അപ്പം നമുക്ക് പെട്ടെന്ന് മുടി പൊട്ടിപ്പോവുക, അല്ലെങ്കിൽ ഈ ചില ആളുകൾക്ക് കണ്ടിട്ടില്ലേ സ്പ്ലിറ്റനിങ്ങിനേക്കാളും കൂടുതൽ മുടി ഇടയ്ക്കിടയ്ക്ക് വെച്ച് പൊട്ടിപ്പോവുമായിരിക്കും. അപ്പം അങ്ങനത്തെ ആ ഒരു പ്രോബ്ലമൊക്കെ വളരെ പെട്ടെന്ന് തന്നെ നമുക്ക് ഈ ഒരു ഹെന്നയിലൂടെ മാറ്റിയെടുക്കാൻ വേണ്ടി സാധിക്കും. അപ്പോൾ ഒരു അടിപൊളി സംഗതിയാണ്. ഇതിൻ്റെ ഇത് ഞാൻ പറഞ്ഞല്ലോ, പുള്ളിക്കാർ ചെയ്ത് വരുന്ന സമയത്ത് ചെറുതായിട്ടൊരു ബണ്ണല്ല, ഒരു അട പോലെയാണ് ഇരിക്കുന്നത്. പക്ഷേ അത് നല്ല സ്ട്രോങ് ആയിട്ടാണ് അവൾ ചെയ്തത്. എൻ്റെ മേത്തൊന്നും അത്രയ്ക്കൊന്നും ആക്കിയിട്ടില്ല. എൻ്റെ നെറ്റിക്കൊക്കെ കുറച്ച് വീണായിരുന്നെങ്കിലും എൻ്റെ മേത്തൊന്നും അത്രയും ആക്കാതെ എനിക്ക് എൻ്റെ ഉടുപ്പിലൊന്നും വീണിട്ടേ ഉണ്ടായിരുന്നില്ല. അത് നല്ല കെയർഫുൾ ആയിട്ടാണ് പുള്ളിക്കാർ ചെയ്തത്. സോ നിങ്ങൾക്ക് അങ്ങനെ ചെയ്തു തരാൻ ഒരാളുണ്ട് എന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് യാതൊരുവിധ പ്രോബ്ലം ഉണ്ടാവില്ല. വലിയ ടൈമൊന്നും എടുക്കില്ല. എങ്ങനെ പോലും ഒരു അരമണിക്കൂർ അല്ലെങ്കിൽ ഒരു 20 മിനിറ്റ് എടുക്കത്തുള്ളൂ നമുക്കിത് മുടിയിൽ ചെയ്യാൻ വേണ്ടിയിട്ട്. പിന്നെ ഒത്തിരി വലിയ മുടിയുള്ള ആൾക്കാർക്ക്, ഭയങ്കര ലെങ്ത് ആയിട്ടുള്ള മുടിയുള്ള ആൾക്കാർക്ക് കുറച്ച് ടൈം എടുക്കുമായിരിക്കും. കാരണം അവരുടെ മുടിയുടെ അറ്റം വരെ ഇത് അപ്ലൈ ചെയ്യണമല്ലോ. ഫുൾ മുടി ചെയ്യണം എന്നുള്ളതാണ് ഹെന്ന ചെയ്യുമ്പോൾ നിങ്ങൾ ശ്രദ്ധിക്കേണ്ടത്. അപ്പോൾ എന്തായാലും കുറേ കാര്യങ്ങൾ ഞാൻ പറഞ്ഞു. നിങ്ങൾക്ക് എന്തെങ്കിലും ഡൗട്ട്സ് ഉണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങൾ കമൻറ്റിൽ പറയുവാണെങ്കിൽ ഞാനത് പറഞ്ഞു തരാം. എനിക്ക് അറിയാവുന്നതാണെങ്കിൽ ഞാൻ പറഞ്ഞു തരാം. അപ്പോൾ നമുക്ക് ഒറ്റ വാക്കിൽ ഇപ്പോൾ ഹെന്നയെ കുറിച്ച് പറയാനാണെങ്കിൽ ഡ്രൈ ഹെയറിന് വേണ്ടിയിട്ട്, അത് നിങ്ങളുടെ ഹെയർ ഡ്രൈ ആണെന്നുണ്ടെങ്കിൽ നിങ്ങൾ ലെമൺ കൂടെ ആഡ് ചെയ്ത് കൊടുക്കുക. നിങ്ങളുടെ ഡ്രൈനെസ്സും കൂടെ മാറും, നല്ല രീതിയിൽ മുടി ഷൈനി ആയിട്ട് കിടക്കും. അതുപോലെ സ്മൂത്ത് ആൻഡ് ഹെയർ കിട്ടാൻ വേണ്ടി ഹെന്ന വളരെ നല്ലതാണ്. ഹെയർ സ്പ്ലിറ്റേണിംഗ് ഉണ്ടെങ്കിൽ, ഹെയർ ഗ്രോത്ത് ഇല്ല, എവിടെയെങ്കിലും മുടി സ്റ്റക്കായി നിൽക്കുവാണ്, ഇത് ആരെങ്കിലും ലാസ്റ്റ് മുടി വെട്ടിയ ആളെ പഴിച്ചുകൊണ്ടിരിക്കുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഹെന്ന ചെയ്ത് നോക്കാം. നിങ്ങൾക്ക് നല്ല രീതിയിൽ ഹെയർ ഗ്രോത്ത് ഉണ്ടാകും. അതുപോലെ നിങ്ങളുടെ മുടി നരയ്ക്കുന്നുണ്ട്, അകാല നര, അല്ലെങ്കിൽ ഇപ്പോൾ കുറച്ച് ഏജ്ഡ് ആയിട്ടാണെങ്കിലും നരച്ചിട്ടുണ്ട്, പക്ഷേ എനിക്കിത് നരയ്ക്കുന്ന അത്ര താല്പര്യമില്ല എന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഹെന്ന ട്രൈ ചെയ്യാവുന്നതാണ്. ഒരു ഗ്രേ ഹെയർ നിങ്ങൾക്ക് കിട്ടും. അതിനുശേഷം നിങ്ങൾക്ക് ഡൈ ചെയ്യുമോ അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും രീതിയിൽ കറുപ്പിക്കുകയൊക്കെ ചെയ്യാം. അങ്ങനത്തെ ഓപ്ഷൻസൊക്കെ ഉണ്ട്.
സോ അത് നമ്മൾ പോകെ പോകെ വീഡിയോസിൽ കാണിക്കാം. അപ്പോൾ ഇത്രയും ഉപകാരങ്ങളുള്ള ഈ ഹെന്ന ഡാൻഡ്രഫ് മാറ്റാൻ അടിപൊളി സാധനമാണ് കേട്ടോ. ഞാൻ പറയാൻ മറന്നുപോയി, നമ്മുടെ ഹോസ്റ്റലേഴ്സിൻ്റെ സന്തത സഹചാരി എന്നൊക്കെ വേണമെങ്കിൽ പറയാൻ പറ്റുന്ന ഒരു സാധനമാണ് നമ്മുടെ ഈ ഡാൻഡ്രഫ്. സോ ആ സാധനത്തിനെ കൊല്ലാൻ ഈ ഹെന്നേനേക്കാളും നല്ലൊരു വഴി ഞാൻ ഇതുവരെ കണ്ടുപിടിച്ചിട്ടില്ല. കാരണം അത്രയ്ക്ക് എഫക്റ്റീവാണ് ഹെന്ന. നമുക്ക് എന്തായാലും ഈ ഹെന്ന ഇട്ട് ഈ ഡാൻഡ്രഫ് കളഞ്ഞു കഴിഞ്ഞാൽ പിന്നെ നമ്മളൊരു കെയർ കൊടുത്താൽ മതി. നമ്മൾ ആ മുന്നേ ഉപയോഗിച്ചുകൊണ്ടിരുന്ന ചീപ്പു നല്ല രീതിയിലൊന്ന് നല്ല രീതിയിൽ ക്ലീൻ ചെയ്തിട്ട് പിന്നെ ഉപയോഗിക്കുക, അല്ലെങ്കിൽ അത് ഉപേക്ഷിച്ചിട്ട് വേറെ എടുക്കുക, അങ്ങനത്തെ കാര്യങ്ങളൊക്കെ ചെയ്തിട്ടുണ്ടെങ്കിൽ തന്നെ നല്ല എഫക്റ്റീവാണ്. പിന്നെ ആ താരം വരില്ല. സോ അപ്പോൾ ഇത്രയേ ഉള്ളൂ നമ്മുടെ ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത്. ഞാൻ കുറേ ഹെന്നയെ കുറിച്ച് വളരെ വാചാലമായി സംസാരിച്ചു. അപ്പോൾ നിങ്ങൾക്ക് യൂസ്ഫുൾ ആയി എന്ന് വിചാരിക്കുന്നു. ഇതിനെക്കുറിച്ചിട്ട് നിങ്ങൾക്ക് എന്തെങ്കിലും ഡൗട്ട്സ് ഉണ്ടെങ്കിൽ നിങ്ങൾ പറയുക. ചെയ്തിട്ട് നിങ്ങൾക്ക് റിസൾട്ട് ഉണ്ടെങ്കിൽ അതുകൂടി പറയുക. അപ്പം നമ്മുടെ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. നമുക്ക് വേറൊരു വീഡിയോ ആയിട്ട് കാണാം. ടിൽ ദെൻ ബൈ.